കണ്ണൂർ 2 കാനത്തൂർ ദേശം 12-ാം നമ്പർ ബ്ലോക്ക് 610/3 റീസർവേ ഉള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ കീഴിലുള്ള 3 സെൻറ്റ് സ്ഥലം ടുബാക്കോ വർക്കേഴ്സ് യൂണിയന് 10 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ കാര്യം BJP നേരത്തെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുള്ളതാണ്. 100 വർഷത്തേക്കാണ് ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ്റെ വേണ്ടി KP സഹദേവൻ പ്രസിഡന്റ്, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് 23/2/24 നൽകിയ അപേക്ഷ, ആ അപേക്ഷയിൽ 100 വർഷത്തെ ഇവിടെ C. കണ്ണൻ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം പാട്ടത്തിന് ആവശ്യപ്പെട്ടത്. 100 വർഷത്തേക്കാണ് ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ പാട്ടത്തിന് ആവശ്യപ്പെട്ടത്. എന്നാൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ 14/10/24 ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ്റെ അപേക്ഷ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിന് നൽകുകയുണ്ടായി. സർക്കാരിൻ്റെ ഉത്തരവ് 30/5/25 സർക്കാർ 10 വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിച്ചതായി സർക്കാർ ഉത്തരവിറക്കുകയുണ്ടായി. ഈ സ്ഥലത്തെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ മാർക്കറ്റ് വില ഒരു 2.5-3 കോടിയോളം വില വരുന്ന സ്ഥലമാണ് നാം ഈ കാണുന്ന ഈ സ്ഥലം. 3 സെൻറ്റ് ഭൂമിയാണ്. 2.5-3 കോടിയോളം രൂപ വില വരുന്ന മിതമായ ഒരു വില വരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ 3 സെൻറ്റ് ഭൂമി. കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഇതുള്ളത്. ഈ സ്ഥലമാണ് 1,53,331 രൂപ പാട്ടത്തുക നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. വൻ കൊള്ളയാണ് ഇതുവഴി സർക്കാർ തന്നെ നടത്തിയിരിക്കുന്നത്. ഈ സ്ഥലം C. കണ്ണൻ സ്മാരക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണവും നടക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ചട്ടം. കാരണം ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനോട് BJP ഇത് സംബന്ധമായിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി. ഈ സ്ഥലം ടൗൺ പ്ലാനിൽപ്പെട്ടതാണോ? ടൗൺ പ്ലാനിൽപ്പെട്ടതാണെങ്കിൽ ഇവിടെ യാതൊരുവിധ നിർമ്മാണവും നടക്കാൻ പാടില്ല. ടൗൺ പ്ലാനിൽ നിർമ്മാണ അധീനതയിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പാടില്ല. BJPയുടെ വിവരാവകാശ പ്രകാരമുള്ള ഈ ആവശ്യത്തിന്മേൽ ഇന്നലെ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മറുപടി തന്നിരിക്കുന്നു. ഈ സ്ഥലം ടൗൺ പ്ലാനിൽപ്പെട്ടതാണ്. മാസ്റ്റർ പ്ലാൻ പ്രകാരം വൈഡനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്നലെ മറുപടി തന്നിരിക്കുന്നു. ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ പ്ലാൻ ഹാജരാക്കണം, എസ്റ്റിമേറ്റ് ഹാജരാക്കണം, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അനുവാദം വാങ്ങിയിരിക്കണം. ഇവിടെ അങ്ങനെയുള്ള യാതൊരു നടപടിക്രമവും പാലിച്ചിട്ടല്ല ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അനുവാദത്തിന് വേണ്ടി കോർപ്പറേഷനിൽ അപേക്ഷ നൽകിയിട്ടില്ല, പ്ലാൻ എസ്റ്റിമേറ്റ് കോർപ്പറേഷനിൽ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ ഒരു നടപടിക്രമവും പാലിക്കാതെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. C. കണ്ണൻ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു പൗരൻ നമ്മുടെ ചട്ടത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം നമ്മുടെ അധികൃതർ അവിടെ എത്തും. അദ്ദേഹത്തിന് നേരെ നിയമ നടപടി സ്വീകരിക്കും. അദ്ദേഹത്തിന് നേരെ ഫൈൻ ഈടാക്കും.
അത് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം സ്വീകരിക്കും. ഈ സ്ഥലമുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ്റെ മൂക്കിന് താഴെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ മൂക്കിന് താഴെയുള്ള ഈ സ്ഥലത്ത് ഇത്രയും മാസങ്ങളായി ഈ നിർമ്മാണം നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ട് മാസം 1.5 കഴിഞ്ഞു. 1.5 മാസമായി ഇവിടെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നത്. 1.5 മാസമായിട്ടും ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ. ഇത് പൊളിച്ചു മാറ്റാൻ യാതൊരു നടപടിയും കണ്ണൂർ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. സ്വാഭാവികമായും ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ പൊളിച്ചു നീക്കാൻ ഉത്തരവാദപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാറ്റുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് CPM-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് ലീഗ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ. BJP ആവശ്യപ്പെടുന്നത് ശക്തമായ നടപടി ഇവിടെ സ്വീകരിക്കണം. ഈ സ്ഥലം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം കണ്ണൂർ കോർപ്പറേഷൻ. അതുപോലെ ഈ സ്ഥലം നിസ്സാര വിലക്ക് പാട്ടത്തിന് നൽകിയതിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണം. ഇവിടെ നടക്കുന്നത് എന്താ? വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിൽ ചില രഹസ്യധാരണകളുണ്ട്. ചില സ്ഥലത്ത് രഹസ്യധാരണകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഡീലിംഗ് അവർ തമ്മിൽ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ പല കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും കരാറുകാരുമായി CPM-ൻ്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, ലീഗിൻ്റെ നേതാക്കന്മാർക്ക്, ഇവരുടെ കൗൺസിലർമാർക്ക്, ചില കോൺട്രാക്ടർമാരുമായി ചില അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന നേരത്തെയുള്ള ആരോപണം ബലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ CPM-ൻ്റെ ഇത്തരം നടപടികളെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസും ലീഗും ചേർന്നിട്ടുള്ളത്. അടിയന്തരമായും അനധികൃതമായി നടന്നിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഇവിടെ നടന്നിട്ടുള്ള വൻ അഴിമതി, ഈ സ്ഥലം പാട്ടത്തിന് അനുവദിക്കുന്നതിലൂടെ നടക്കുന്ന വൻ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണം. ഞാൻ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങേ ഭാഗത്താണ്. ഈ പഴയ ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. സ്വാഭാവികമായും ഒരു നിശ്ചിത കാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കൂട്ടാൻ സാധ്യമല്ല. ഉദാഹരണം പറയാം, കണ്ണൂർ കാൽടെക്സ് സർക്കിൾ, അവിടെ റോഡ് വീതി കൂട്ടണമെങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണം. അത് CPM ഭരിക്കുന്നാലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും കണ്ണൂർ കാൽടെക്സിലെ റോഡ് വീതി കൂട്ടണമെങ്കിൽ അവിടെ CPM ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണം. കാരണം അവിടെ നിശ്ചിത കാലത്തേക്ക് CPM-ന് പാട്ടത്തിന് നൽകിയിരിക്കുന്നു AKG പ്രതിമ സ്ഥാപിക്കാൻ. അപ്പോൾ നിശ്ചിത കാലത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരു സ്ഥലം അവിടെ വീതി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിയമപ്രകാരം പ്രയാസമാണ് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ്, ഇവിടെ ഇത്തരം ഒരു കെട്ടിടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും റോഡ് വീതി കൂട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടി കാര്യങ്ങളിലേക്ക് സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ പോകാൻ സാധ്യമല്ല. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വികസനം പോലും അസാധ്യമാക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന CPM സ്വീകരിക്കുന്നത്, കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന ലീഗും കോൺഗ്രസും സ്വീകരിക്കുന്നത്. അപ്പോൾ വികസന വിരുദ്ധയാണ് ഇവരുടെ മുദ്രാവാക്യം. അതിൻ്റെ പ്രകടമായ തെളിവാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടി കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിക്കണം എന്നുകൂടി BJP ആവശ്യപ്പെടുന്നു. വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും ചേർന്ന് ചില സ്ഥലങ്ങൾ CPM-നെയും CPM കോൺഗ്രസിനെയും ലീഗിനെയും സഹായിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.